മിസ്റ്റർ ഡാർക്കിനെ എന്നെ ഓർമ്മയുണ്ടോ? നീയോ ജെസി? ആരെയും വിളിച്ചിട്ടകത്ത് പോ. അങ്ങനെ അങ്ങ് പോയാൽ എന്താ കണ്ടിട്ട് മൈൻഡില്ലാതെ പോണേ? എടാ കോപ്പേ, നീ അടുത്ത ഏത് ഡയലോഗ് അടിക്കാൻ വേണമെന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയതൊന്നും ഇനിയും ആവർത്തിക്കണ്ടെങ്കിൽ മാറി നിൽക്ക്. മാറി ആരു വാ പോവാ. കണ്ടാലോരാടിനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റിക്കാണല്ലോ. എന്തായാലും എന്റെ മോക്ക് കിട്ടാത്തത് ഒരു മരുന്ന് കിട്ടിയില്ലല്ലോ. സന്തോഷം. എൻ്റെ വീട്ടില് ആരെ കയറ്റണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് ഒരു മൈലിൻ്റെയും ഔദാര്യം എനിക്ക് വേണ്ട. നിന്ന് ചലക്കാണ്ട് ഇറങ്ങി പോട തായോളി. നീ ആരെ കണ്ടിട്ടാ ഇത്ര നേളിയെന്ന്? എന്തായാലും നീ കരയണത് എനിക്ക് കാണണം. എത്ര നഷ്ടം നീ എനിക്ക് തന്നത്, നീയും നിന്റെ മോനും. ഓ, ഇനി ഞാൻ കരയുമ്പം തന്നെ വിളിച്ചറിയിക്കാം. തൽക്കാലം ഇപ്പം ഞാൻ കരയുന്നില്ല. ഒന്ന് പോവോ? എനിക്ക് അവന്റെ കുടുംബത്തിന്റെ നാശം കാണണം. ഇനിയും കരയണം. അതിനെന്താ സാർ, ഞാൻ അതിനുള്ള ആൾക്കാരൊക്കെ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചേടൻ അതെ അവനെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അവൻ കാരണം എനിക്കുണ്ടായ നഷ്ടങ്ങള് അത്ര ചെറുതൊന്നുമല്ല. എന്റെ മകൾക്ക് കിട്ടാത്തതിന് ഒരുത്തനും കിട്ടണ്ട. ഇനി അടുത്ത ടാർഗറ്റ് പയ്യനാണ്. അവനെയും കൂടെ അങ്ങ് കൊന്നു കളഞ്ഞാൽ തീരാന്നതേ ഉള്ളൂ. ആ കുടുംബത്തിന്റെ അടിത്തറ ഞാൻ കീറും. ജെസിക്കുട്ടി പേടിച്ചു പോയോ? ആരും എവിടെ? അവൻ ഉറങ്ങിയോ? അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പറഞ്ഞിട്ട് നന്നായി. എനിക്ക് ഉറക്കം വരുന്നു. വായിച്ചായ കിടക്കാം. എന്താ വെച്ചായ? അതോ, ആ പോരാടി മോൻ എന്റെ മൂഡ് കളഞ്ഞു. അതുകൊണ്ട് എന്റെ മൂഡ് ശരിയാക്കണം. സോറി, ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തിട്ടേ പോത്തുള്ളൂ. കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. അയ്യോ ഇച്ചയ മാറ്. ആരും മാറ്. ഇനി ഞാൻ ഫുഡ് ഉണ്ടാക്കാം. മാറ്. അതിന് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാറിയോ മനുഷ്യ? എന്താ എനിക്ക് അറിഞ്ഞൂടാത്ത? നീ എന്നെ അപമാനിക്കില്ലേ? പോയി അവിടെ ഇരിപ്പോ. അവളെന്തോ പറഞ്ഞ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നല്ലേ? എന്റെ ഞാൻ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇങ്ങനെ മറിച്ചിടണം. അയ്യോ, അതും തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. പാത്രം കഴുകാം. അയ്യോ, ഇപ്പൊ വരും നീലി തുള്ളിക്കൊണ്ട്. അയ്യോ എന്റെ പുതിയ ജഗ് പൊട്ടിച്ച്. നിനക്കൊണ്ടാക്കാറുണ്ടെങ്കിൽ എന്തിനാ കിച്ചണിൽ കേറിയ ശവം? അയ്യോ, എന്റെ ഓവൻ കൊല്ലുവാടാ ശവമേ. എന്തുവാ മോൻ? ആരു രക്ഷിക്കടാ. ആരു നീ ഇതിലിടപ്പെട്ട തലടിച്ച് ഞാൻ പൊട്ടിക്ക്. കേറിപ്പോടാ. അയ്യോ, ഇനി ഇവിടെ നിന്ന് എനിക്ക് പണിയാണല്ലോ. ജെസി നോ, വിട്ടേക്ക്. പാവോ പാവയ്ക്ക് അങ്ങേരന്റെ എത്രാമത്തെ ജഗ്ഗെന്നറിയോ പൊട്ടിച്ച് വെച്ചേക്കുന്നത്? ചോവടാ നിങ്ങള്. അപ്പോ ഇന്നും ഫുഡില്ലല്ലേ ഇവിടെ?
മോൻ പുറത്തുനിന്ന് കഴിച്ചോടാ. ആ വീട്ടിലും ഇത് തന്നെ, ഇവിടെയും ഇത് തന്നെ അവസ്ഥ. ഞാൻ കടയിൽ പോയി കഴിച്ചോളാം, നിങ്ങളാടി നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്തോ. രാജപ്പൻ ചേട്ടാ, ഒരു കോഫിയേ. ആ മോനോ, വാ വാ, ഇപ്പൊ എടുക്കാം ചായ. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ. നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലേ, ഇതിപ്പോ എവിടെന്നാ ഇത്ര പരിചയമുള്ള സൗണ്ട്? ഓ വാ നോക്കാം. പരിചയമുള്ള സൗണ്ട് മാത്രമല്ലല്ലോ, പരിചയമുള്ള ആളും കൂടി ആണല്ലോ. എടാ കുക്കി, എടാ സാമദ്രോഹി കുക്കി, നിനക്കൊന്ന് വഴിയെങ്കിലും പറഞ്ഞൂടെ? എടാ ഇതിപ്പോ ലാൻഡായി, നല്ല വേഷം ചേരുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഈ കടയിൽ വന്ന് പെടൂ. അതെന്തടാ അങ്ങനെ ഒരു ടോക്ക്? ആ ബെസ്റ്റ്, ഇങ്ങർക്ക് പ്രാന്താട ഈ കടയിലുള്ള ആക്കതറിയില്ല. സബാഷ് പാവന്. ഹലോ പറയടാ, എന്താ എന്തുവാടാ കാണിക്കുന്നു? അളിയ, നിന്റെ വീഡിയോ വേറെ ലെവല് വൈറലാ ഇപ്പം. എൻ്റെ വീഡിയോ? ഞാനറിയാതെ ഏത് വീഡിയോ? ആ എനിക്ക് കിട്ടി, ഫെലിക്സ് ഇപ്പോഴയച്ചത്. എൻ്റെ കർത്താവേ, നോക്കട്ടടാ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മുട്ട തൈലം വാങ്ങിത്തെ ചോളീൻ, വേഗം വേദനകൾ മാറും കേട്ടോളീ. സബാഷ് പാണ്ടിമുത്തു, സബാഷ്. സാർ പാണ്ഡ്യമുത്തു അല്ല, ജിമിൻ. ആ ജിമിൻ, നിനക്ക് നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട്. നീ എന്തായാലും എന്നെ പോലെ ഒരു നല്ല ഡാൻസറായി വരും. പിന്നെ ഇനി ഡാൻസ് കളിക്കുമ്പോൾ ദാ ഈ സ്റ്റെപ്പ് ഇടണം കേട്ടോ. ഓക്കെ സാർ. എൻ്റെ പൊന്നു ജിമിനെ, നിന്നെ എന്ത് ചെയ്താ കൊള്ളാടാ. എന്തായാലും അയാൾ ഏത് സ്റ്റെപ്പ് നിന്നോട് കളിക്കാൻ പറഞ്ഞത്? എൻ്റെ പൊന്നളിയ, എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്ക്, ഞാൻ നിനക്ക് മന്തി വാങ്ങിച്ചു തരാം. അങ്ങേര് രാവിലെ തൊട്ട് എന്നെ പിടിച്ച് കഷ്ടപ്പെടുത്തുവാടാ. എനിക്ക് ഇവിടെ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ എൻ്റെ തൊണ്ടയ്ക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല, അറിയോ? ആൾക്കാരെ എടാ പ്രാന്തം വരുന്നു, എന്നെ ഒന്ന് കൊണ്ടുപോടാ. അയ്യോ ചേട്ടാ, ഇന്നത്തെ ടീ ക്യാൻസലേ, നാളെ വരാം. എന്നാലും എൻ്റെ ജിമിനെ, നീ എങ്ങനെ അവിടെ പെട്ട്? അല്ല, എന്തിനാ നീ ഇങ്ങോട്ടിപ്പം തള്ളി പിടിച്ചോണ്ട് വന്നത്? നിന്റെ മമ്മി പറഞ്ഞിട്ട് നീ പോയ നേരം തൊട്ട് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. പാവം ഞാനും നിന്റെ തന്തയും. ആ നീ വന്നോ? ഹായ് ജെസിക്കുട്ടി, ഞാനുണ്ട്, എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ. ജിമിൻ. ജെസിക്കുട്ടി വാ, എനിക്ക് വിശക്കുന്നു. ജെസിക്കുട്ടി, അല്ല നമ്മുടെ ഡെറിക്ക് എവിടെ? നിങ്ങൾ തട്ടിയോ അവരെ? തട്ടണമായിരുന്നു, പക്ഷെ തട്ടിയില്ല, അയാൾ പുറത്തെങ്ങാണ്ടാ പോയി. ബാ മക്കള് കയറിയിരിക്കും, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എടാ ജിമിനെ, അതൊക്കെ കഴിയടാ, തൊണ്ടേ കുരു. കാണിക്കാം. എൻ്റെ മമ്മി എനിക്കങ്ങനെ ഫുഡ് പോലും തന്നിട്ടില്ല. എൻ്റെ തൊണ്ട അത് ഒരു പരുവായി കാണും. അയാളുടെ ഒരു പൈസയും അയാളുടെ ഒരു ഭ്രാന്തും. എൻ്റെ ജിമിനെ, നീ ചിരിയടാ, നിന്നെ തപ്പി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ ശവമേ. പോയി ബാഗൊക്കെ പാക്ക് ചെയ്യ്, എന്നിട്ട് എൻ്റെ കൂടെ വാ നാട്ടിലോട്ട്. ശവമേ, ഈ ശവം നാട്ടിലോട്ടില്ല, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ നീ കഴിച്ചിട്ട് വാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ആകാം റെയിൽവേ സ്റ്റേഷൻ വരെ. മമ്മിയോട് പറഞ്ഞേക്ക്. എടാ കുക്കി, നീ എന്തേലും ചെയ്യും, ഞാൻ മമ്മീനോട് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. എനിക്ക് എങ്ങനെയൊക്കെ പണി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ പണി തന്നോണം. ഓ ആയിക്കോട്ടെ, നീ തന്നെ ഡീൽ ചെയ്യണം. ശരിയെന്നാ, പെട്ടെന്ന് വാ. ഇത് അവനല്ലേ? എക്സ്ക്യൂസ് മീ, പോവല്ലേ? പോയോ? ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ലെന്നോ? ആ നല്ല കോമഡി. എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാനവിടെ മഹിയുടെ ഫ്രണ്ട്.
നിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫ്രണ്ടേ. ബോയ് ഫ്രണ്ടോ? എനിക്കോ? എടാ കളിക്കാതെ, നിനക്കെന്താ മഹിനെ അറിഞ്ഞൂടാത്തോണ്ടാണോ? ശരിക്കും എനിക്ക് ബോയ് ഫ്രണ്ടുള്ള ആരെയും എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോഴാ ആരാ? നീ എന്തൊക്കെ പറയുന്നേ? നീ കളിക്കരുത് കേട്ടോ. എടാ നീ എന്തൊക്കെയാണോ ഈ പറയണേ? നിനക്ക് എന്നെ അറിയില്ലേ? ഇല്ല. ശരിയെന്നാ ഞാൻ പോവാ. നിക്ക്, പറഞ്ഞിട്ട് പോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ. ഓ, അപ്പോ എനിക്കറിയാത്ത കാര്യങ്ങൾ ഇനിയുണ്ടല്ലേ കണ്ടുപിടിക്കാം. ഓ, ആ കുരുത്തം കെട്ട ചെറുക്കൻ വന്നില്ലല്ലേ? എനിക്ക് അപ്പടി അറിയാം അവ അവിടെ പോയി വരത്തില്ലെന്ന്. എന്തായാലും എൻ്റെ കൊച്ചിനെ അവൻ വല്ലതും ചെയ്താടാ? എന്തേലും പറ്റിയാ നിനക്ക്? അവനെ കടിച്ച് തിന്നില്ലെന്നുള്ളൂ. അമ്മാതിരി നോട്ടോ നോക്കിയത്. സാരമില്ല, എൻ്റെ കൊച്ചിനെ അവൻ വല്ലതും ചെയ്താ നിനക്ക് ഞാൻ മുട്ടത്തൈലം വാങ്ങിച്ചു തരാം. ഞങ്ങളും കണ്ടേ. അശ്, ആ മമ്മിയും കണ്ട അയാളെന്നെ നാണം കെടുത്തി. ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി കാണാനായിട്ട്? നാണക്കേട്. ഓടി ജീനി, പാവം ചെറുക്കൻ. ജീനി, അത് പിന്നെ ഇന്നലെ എന്നെ ഡെറക്കി വിളിച്ചായിരുന്നു. അവിടെ ആന്റണി വന്നിട്ടുണ്ട്. ആ കാര്യം ഞാനും അറിഞ്ഞതാ. ജീവനെ എന്തേലും ഒന്ന് ചെയ്യടാ, ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തിന് ആപത്താ. അവനവിടെ നിന്നോട്ടെ അങ്കളെ, പക്ഷെ ഒരുത്തൻ അവൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് ആരാ? മനസ്സിലായില്ല. ഓ, നിനക്ക് ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് നമ്മളറിയാൻ സാധ്യതയില്ല. സോ ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ വെച്ച് ഞാൻ നിന്നെ അങ്ങ് തീർക്കുക. ഓ, നിനക്ക് തീർക്കണോ? തീർക്കണ. നീ അവനെ തൊട്ട് നോക്കടാ പഞ്ഞ. ഇവനെന്തുവാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? തൊട്ട് കാണിച്ചാലോ? എന്റെ ബോയ് ഫ്രണ്ടിന്റെ ദേഹത്ത് കൈ വെക്കാറായടാ. ബോയ് ഫ്രണ്ടാ? അതെ, എക്സ്ക്യൂസ് മീ, ആരാ തൻ്റെ ബോയ് ഫ്രണ്ട്? അല്ല, താൻ ആരാ? ഓ, ഞാൻ ആരാന്നറിയുന്നല്ലേ? ആമിയോ ഷാഡോ. എന്തായാലും എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്. അല്ല, കറക്റ്റ് സമയത്ത് എങ്ങനെയാ എത്തിയ ഇവിടെ? നീ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ടോ. അല്ല, തൻ്റെ പേരെന്താ? ആരോ? നീ എന്നെ സ്വപ്നത്തില് എന്താ വിളിക്കാറ്? മഹി. ഓ, നൈസ്. ദാറ്റ്സ് മൈ നെയിം ബേബ്. അല്ല, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അല്ല, എൻ്റെ പേരെങ്ങനെ അറിയാം നിനക്ക്? I told you, babe, that I was your shadow. അല്ല, എന്നാലും പക്ഷെ എനിക്ക് ആ ബോയ് ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. Oh, really? Then take it.